നിയമവ്യവസ്ഥയോട് ഉള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവെക്കുന്നു. രാജിവയ്ക്കുന്ന കാര്യം ഞാൻ ചീഫ് മിനിസ്റ്ററുമായിട്ട് ആലോചിച്ച് ചീഫ് മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. രാജിക്കത്ത് ഇപ്പോൾ കൊടുത്തുവിടുന്നു. എനിക്ക് എല്ലാ പിന്തുണയും നൽകിയ മുഖ്യമന്ത്രിയോടും എൻ്റെ സഹമന്ത്രിമാരോടും ഒക്കെയുള്ള എൻ്റെ സ്നേഹം ഞാൻ പങ്കുവെച്ചുകൊണ്ട് രാജിവയ്ക്കുന്നു. ഇനിയും കലവറയില്ലാത്ത പിന്തുണ തുടർന്നും UDF നൽകുന്നതായിരിക്കും. കേരള കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. ഞാൻ പറയട്ടെ, ബഹുമാനായിട്ടുള്ള പാർട്ടി ചെയർമാൻ, പാർട്ടി ലീഡർ, കേരളത്തിന്റെ ബഹുമാനായ ധനകാര്യ മുഖ്യമന്ത്രി മാണി സാറ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നതിൽ എനിക്കും അങ്ങേയറ്റം വിഷമമുണ്ട്. ബഹുമാനായിട്ടുള്ള മാണി സാറ് നീതിന്യായ വ്യവസ്ഥയോടൊക്കെയുള്ള നീതിയും കൂറുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാണി സാറ് രാജിവെച്ചിട്ടുള്ളത്. ബഹുമാനായ പാർട്ടി ലീഡർ മാണി സാറിൻ്റെ രാജിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ചീഫ് എന്ന പദവിയിൽ നിന്ന് രാജിവെക്കുകയാണ്. Resigning my post. Yes, please. Yesterday. Yes, sir. Please speak. Speak, sir. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് പാർട്ടി യോഗം കൂടും, പാർട്ടി യോഗത്തിന് ശേഷം ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ന് ഞങ്ങളുടെ പാർട്ടി യോഗം കൂടി. ഞങ്ങളുടെ പാർട്ടി യോഗത്തിൽ എൻ്റെ രാജ്യസന്നദ്ധത ഞാൻ ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയർമാൻ്റെ സുദൃഢമായ അഭിപ്രായം അതാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനോടുകൂടി യോജിക്കുന്നു, സമ്മതം നൽകുന്നു എന്ന് പാർട്ടി പറയുകയുണ്ടായി. പാർട്ടിയുടെ അനുമതി ആ നിലയ്ക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ അതനുസരിച്ച് രാജിവെക്കുന്നു. രാജിക്കത്ത് ഇപ്പോൾ തന്നെ ക്ലിഫ് ഹൗസിലേക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ജോസഫ് എന്തുകൊണ്ട് രാജിവെക്കുന്നില്ല?